നാളെ നടക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് അറിയാമോ? പ്രൊമോയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടാസ്ക് തമിഴ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ടാസ്ക് ആണ്. ആ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു തരാം. അതൊരു സ്പെഷ്യലായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. തമിഴ് ബിഗ് ബോസിൽ അത് 2 പേർക്ക് കൊടുത്തിട്ട് പോലും അവർ തോറ്റുപോയി. എന്താണ് ആ ടാസ്ക്? നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. ഫുൾ കൂട്ടയടിയാണ്. ബസർ അടിച്ചതിന്റെ പേരിലാണ് കൂട്ടയടി. പറയാം പ്രൊമോ എന്താണെന്ന്, ആ ടാസ്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പ്രൊമോ എന്താണെന്ന് പറയാം. പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും നാളെ ഒരുമിച്ച് ബസർ അടിക്കുന്ന സമയത്ത് ഓടി ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. ഗാർഡൻ ഏരിയയിൽ ഒരു മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചുമന്ന കട്ടയും നീലക്കട്ടയും, നമ്മുടെ ഇന്റർലോക്ക് പോലെ അത്രയും കട്ടിയുള്ള ഒരു കട്ടയാണ് ഓരോന്നും. അത്രയ്ക്കും ഇല്ല, കുറച്ചുകൂടെ കട്ടി കുറഞ്ഞത്. അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടീം വൈസ് ആണ് കളിക്കുന്നത്. ഓരോ ടീമിൽ നിന്നും 2 പേര് വെച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവരവരുടെ കയ്യിൽ കൊള്ളാവുന്ന നീലക്കട്ടയും ചുമന്ന കട്ടയും പരമാവധി ഓരോരുത്തരും അവരവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. ഇവരുടെ ഫ്രണ്ടിൽ ഒരു വാൾ വെച്ചിട്ടുണ്ട്, ഒരു മതിൽ പോലെ. ഓരോ ടീമിനും ഓരോ മതിലുകൾ, ഓരോ ഫ്രെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ 2 ഓട്ടകളുണ്ട്. 2 ഓട്ടകൾ, അതായത് ഇവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്ന കട്ട ഇതിനകത്തു കൂടി ഇടാനും അവിടെ നിന്ന് ഇടാനും പറ്റുന്ന ഓരോ രീതിയിലുള്ള ഓരോ ഫ്രെയിമിലും അവരുടെ ടീമിൻ്റെ പേരും 2 ഹോൾസും ഉണ്ട്. ഇതിനകത്തു കൂടി ഇങ്ങനെ ഇവർ പാസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം നന്ദനെ വിളിച്ച് പറയുന്നുണ്ട്, ഇല്ല ബസർ അടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയും സിജോയും അങ്ങോട്ടും കൂടി എല്ലാവരും കൂടി ബസർ അടിച്ചു, ബസർ അടിച്ചില്ല, ബസർ അടിച്ചു, ബസർ അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് കൂടുന്നതാണ് പ്രൊമോ. ഇനി ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് ബിഗ് ബോസിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷോപ്പിംഗ് റീപേയ്മെൻറ്റ് ടാസ്ക് ആയിട്ട് എന്തോ ആണ് കഴിഞ്ഞ തവണ സീസൺ 7 തമിഴിൽ ഇത് കൊടുത്തിരുന്നത്. ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കട്ടയും നമ്മുടെ കയ്യിൽ കാണും, ചുമന്ന കട്ടയും നമ്മുടെ കയ്യിൽ കാണും. എനിക്ക് തോന്നുന്നു തമിഴിൽ 100 കട്ട എന്തോ ആണ് കൊടുത്തിരുന്നത്. 100 ചുമന്ന കട്ടയും 100 നീലക്കട്ടയും അങ്ങനെ എന്തോ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ കട്ടകൾ ബസർ ടു ബസറാണ് ഈ ടാസ്ക് നടക്കുന്നത്. ബസർ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ചുമപ്പ് അങ്ങോട്ട് കൊടുക്കുകയും വേണം, നീല വാങ്ങിക്കുകയും വേണം. അതായത് ചുമപ്പ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ചുമപ്പ് അടുക്കും. എന്നിട്ട് അതേസമയം തന്നെ നമ്മൾ ഒരേ സമയം അങ്ങോട്ട് കൊടുക്കുകയും വേണം, ഇങ്ങോട്ട് വാങ്ങിക്കുകയും വേണം. അതാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എൻ്റെ മുന്നിൽ ചുവപ്പ് കട്ട മാത്രമേ കാണത്തുള്ളൂ. അപ്പം എൻ്റെ ചുവപ്പ് 100 എണ്ണം ഉണ്ട്, അപ്പുറത്ത് നീല 100 എണ്ണം ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു ടീമിൽ 2 പേര്, മതിലിൻ്റെ ഇപ്പുറത്ത് ഞാനും എൻ്റെ ടീം മേറ്റ് അപ്പുറത്തും. അപ്പം ഞാൻ 100 എണ്ണം പറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണം ഇതിനകത്തോട് കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ടീം മേറ്റ് അപ്പുറത്തെ വശത്താണ് പൊത്തുള്ളത്. ആ പൊത്ത് വഴി ആ പുള്ളിക്കാരൻ്റെ തരും. അപ്പം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അയാൾ അവിടെ അടുക്കും, അതേസമയം അയാൾ തരുന്നത് ഞാനിവിടെ അടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ തോന്നും, എളുപ്പമല്ലേ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുക പിന്നെ തിരിച്ച് വാങ്ങിച്ച് അടുക്കുക. അല്ല, ഒരേ സമയം നമ്മളിത് കൊടുക്കുകയും വേണം. ഈ പൊത്തിക്കൂടെ വരുന്നത് കൊടുക്കുകയും വേണം, ഇത് വാങ്ങിച്ച് അടുക്കുക വേണം. ഇങ്ങനെ കൊടുക്കണം, അടുക്കണം, കൊടുക്കണം, അടുക്കണം, കൊടുക്കണം, അടുക്കണം. മനസ്സിലായില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതിനകത്ത് കൊടുത്തിട്ട് അവർ തോറ്റു. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഈ ടാസ്ക് തോറ്റിട്ട് ബിഗ് ബോസ് വീട്ടിലെ കഴിഞ്ഞ സീസൺ 7 തമിഴിൽ അവരുടെ അടുത്ത് ഈ ഡ്രസ്സ് തന്നെ നിങ്ങൾ ഇട്ടുകൊണ്ട് നിൽക്കുമെന്ന് വരെ ബിഗ് ബോസ് പറഞ്ഞെന്നാണ് തോന്നുന്നത്. പൂർണ്ണിമ പറയുന്നുണ്ട്, ചെറിയൊരു ഇളവ് തരുമോ എന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിക്കുന്ന എൻ്റെ ഒരു ഓർമ്മയില്ല. 2ാമത്തെയോ 3ാമത്തെയോ ആഴ്ച ആണ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നവർക്ക് തോറ്റു പോകുന്ന ഈ ടാസ്കിൽ അവർ. കാരണം അവർക്ക് ഈ പറയുന്ന അവർക്ക് പക്ഷേ എണ്ണമാണ് കൊടുക്കുന്നത്, 100 എണ്ണം, കറക്റ്റ് 100 എണ്ണമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം നമ്പേഴ്സ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാക്സിമം നമ്പേഴ്സ് അപ്പുറവും ഇപ്പുറവും കൈമാറുന്ന ആളുകൾക്കായിരിക്കും അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും. കാരണം ഇവർക്ക് എല്ലാവർക്കും കൂട്ടിയിട്ടിരിക്കുകയാണ്. മറ്റേ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് കൂട്ടിയിട്ടിട്ടില്ല. കറക്റ്റ് ഇവിടെയും 100 എണ്ണം വെച്ചിട്ടുണ്ട്. മതിൽ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെയും 100 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പുറത്തും ആ മതിലിനപ്പുറത്തും 100 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, ഇവർ പോയി വേണം കളക്ട് ചെയ്യാൻ. നീല ഇപ്പം എൻ്റെ ടീമിൽ ഞാനും വേറൊരാളും ആണെങ്കിൽ ഞാൻ പറയും ഞാൻ നീല എടുക്കാം, നീ ചുമപ്പെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞാൻ നീല എൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും പരമാവധി പറക്കിക്കൊണ്ട് ഇവിടെ അടുക്കും ബസർ അടിക്കുന്നതിന് മുന്നേ. എന്നിട്ട് മാക്സിമം പറക്കി കൊടുക്കും. അപ്പോൾ 2 ടീമിലും കൂടെ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ പറക്കി കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം പോരാ, നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സാധനം മൊത്തം അപ്പുറത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ 100 കട്ട കൊണ്ടുവന്നെങ്കിൽ ഈ 100 എണ്ണം എന്ത് ചെയ്യണം? ഇതിനകത്തൂടെ കൊടുത്ത് അപ്പുറത്തെ ആൾ അത് അടുക്കി വെക്കണം, നമ്മുടെ ടീംമേറ്റ്. അതാണ് ഈ ടാസ്ക്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. നമുക്ക് നോക്കാം നാളെ ആര് ജയിക്കുന്നത്. ഇങ്ങനെയാണ് ആ ടാസ്ക് തമിഴിൽ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.